നമ്മുടെ ഇടയ്ക്കിൽ ഇവിടെ വരുന്ന കേസുകളിൽ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, വീട്ടിൽ ഐക്യമില്ലായ്മ, മാതാപിതാക്കളും മക്കളും തമ്മിൽ യോജിപ്പില്ലായ്മ, മക്കളും അവരുടെ ഇണകളും തമ്മിൽ യോജിപ്പില്ലായ്മ. അത് മറ്റുള്ളവരോടൊക്കെ നല്ല രൂപത്തിൽ സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ സ്വന്തം വിഷയത്തിലേക്ക് വരുമ്പോൾ അതിൽ ഒരു കൃത്യതയും വ്യക്തതയും വരുന്നില്ല, അത് പാലിക്കാൻ സാധിക്കുന്നില്ല. ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പൈശാചികമായ ചില ഷെറുകളാണ്. അത് നമ്മുടെ വീടുകളുമായി ബന്ധപ്പെട്ടതുണ്ട്, വ്യക്തികളുമായി ബന്ധപ്പെട്ടതുണ്ട്. ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ അതിനൊരു ഹൈഫ്ലിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്താൽ വളരെ വൈകാതെ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവേദ്യമാകും എന്നുള്ളത് തീർച്ചയാണ്. നമ്മളിന്ന് പറയുന്നതിന് അതിനെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടായ ചില പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെ പിന്നിൽ പൈശാചികമായ ചില ഷെറുകളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മീയമായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ അതിന് ശക്തി പകരുന്ന എത്രയോ ഹദീസുകളും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മക്കൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണമൊക്കെ ഒരു പൈശാചികത അതിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പൈശാചികതയിൽ നിന്നും രക്ഷ ലഭിക്കാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടതൊക്കെ ഇൻഷാ അല്ലാഹ് അത്തരം വിഷയങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. വളരെ കൃത്യതയോടെ ശ്രദ്ധാപൂർവ്വം നിങ്ങളത് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടൊരു പ്രത്യേക ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് അങ്ങനെ നോക്കാൻ കഴിയുന്നില്ല അങ്ങനെ വരുന്നവരെ. അപ്പോൾ തിരിച്ചു പോകേണ്ടി വരുന്നുണ്ട്. നമ്മൾ ഇത്തരം വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്കതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വീടെന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതലധികം താമസിക്കുന്നതും ഉറങ്ങുന്നതും നമുക്ക് സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു ഇടമാണ് യഥാർത്ഥത്തിൽ ഭവനം, നമ്മുടെ വീടെന്ന് പറയുന്നത്. അതൊരു അഭയകേന്ദ്രമാണ് യഥാർത്ഥത്തിൽ. നമ്മളൊക്കെ എങ്ങണഞ്ഞാലും എങ്ങ് പോയാലും ഇങ്ങണയണം എന്ന് നമ്മെ തോന്നിപ്പിക്കുന്നത് വീടാണ്, അല്ലേ? എവിടെ പോയാലും നമുക്ക് ആ ഒരു സമാധാനം കിട്ടില്ല, ആ ഒരു സന്തോഷം കിട്ടില്ല. നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ഒരു യാത്ര കഴിഞ്ഞ് വിശ്രമത്തിന് വേണ്ടി വരുമ്പോഴുള്ള സന്തോഷം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു അഭയകേന്ദ്രമാണ് യഥാർത്ഥത്തിൽ വീട്. ആ വീടുമായി ബന്ധപ്പെട്ട് അത് സുഭദ്രമായാൽ ജീവിതം തന്നെ നല്ല രൂപത്തിൽ സുഗമമാകും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വീട് അതൊരു വിശുദ്ധിയുടെ വിളനിലമാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ അങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യർക്ക് അതിൽ ശമനമുണ്ട് എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വീട് എപ്പോഴും ഖുർആൻ പാരായണം കാരണം അത് വീട്ടിൽ താമസിക്കുന്നവർ അവർക്ക് നല്ല വിശാലത ലഭിക്കും. മലക്കുകൾ അവരുടെ ഹാദിറാകും. അതേപോലെ തന്നെ പിശാചുക്കൾ അവിടെ നിന്ന് അകലുകയും ചെയ്യും. അവിടെ നന്മ വർദ്ധിക്കുകയും ചെയ്യും. ഖുർആൻ ഓതാത്ത വീട്, അതിൽ താമസിക്കുന്നവർ ഇടുങ്ങിയ രൂപത്തിലായിരിക്കും. മലക്കുകൾ ആ വീട് അവഗണിക്കുകയും ചെയ്യും. പിശാചുക്കൾ അവരുടെ താവളമാക്കാൻ വേണ്ടി തയ്യാറാകുകയും അവിടെ താവളം അടിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്യും. അത് കാരണമായിട്ട് നമുക്ക് ഐശ്വര്യവും ബറക്കത്തും ഐക്യവും ഒക്കെ കുറയും. ഞാൻ വെറുതെ പറയുന്നല്ല, ഇത് ഹദീസിലുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നോക്കൂ. ഇന്നൽ ബൈത്ത ലയത്തസിഉ അലാ അഹ്ലിഹി. ഒരു വീട്, ആ വീടിൻ്റെ അഹ്ലുകാർക്ക് നല്ല വിശാലതയും എല്ലാ കാര്യങ്ങളും നൽകും. നല്ല മനസാന്നിധ്യം ഉണ്ടാകും. വതഹ്ലുറുഹുൽ മലായിക വതഹ്ജുറുഹു ശൈത്വാൻ വയക്സുറു ഖൈറുഹു അൻ യുഖറഅ ഫീഹിൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിലും ഷൈത്വാൻ അവിടെ ഉണ്ടാകൂല. മലക്കുകൾ ഹാദിറാകും. നല്ല വിശാലതയും നല്ല മനസ്സൊക്കെ അവിടെ നിൽക്കുമ്പോൾ ലഭിക്കും. വൈനൽ ബൈത്ത ലയളീഖു അലാ അഹ്ലിഹി വതഹ്ജുറുഹുൽ മലായിക വതഹ്ലുറുഹു ശയാത്തീൻ. ഷൈത്വാന് ഹാദിറാകുകയും മലക്കുകളുടെ സാന്നിധ്യം അപ്രത്യക്ഷമാകുകയും ചെയ്യും. അതെപ്പോഴാണ്? വയഖില്ലു ഖൈറുഹു അല്ലാ യുഖറഅ ഫീഹിൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ കുറച്ചെങ്കിലും പാരായണം ചെയ്യാത്ത വീടാണെങ്കിൽ അങ്ങനെയായിരിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഹദീസിൽ വന്നതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ചൊരു വിഷയമാണത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അനൈക്യമുണ്ടോ,
യോജിപ്പില്ലായ്മയുണ്ടോ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ, അതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. നമ്മളവിടെ വിശുദ്ധ ഖുർആൻ പൈശാചികമായ ഷെറുകളെ പൈശാചികതയുണ്ടാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ മുത്തുനബി തങ്ങൾ പറയുന്ന മറ്റൊരു ആയത്ത്. അപ്പോൾ ഇത്തരം പൈശാചികമായ ഷെറുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ഏത് സൂറത്ത് പാരായണം ചെയ്യണം? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുമായി ബന്ധപ്പെട്ടും പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തജഅലു ബുയൂതകും മഖാബിർ ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്, അതിൽ വലിയ ബറക്കത്തുണ്ടാകും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ലാ തജഅലു ബുയൂതകും മഖാബിർ, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ അത് ശ്മശാനങ്ങളാക്കരുത്. അൽ ബഖറ സൂറത്ത് ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാജ്, പൈശാചികത, ഷെറ്, പൈശാചികത, ബുദ്ധിമുട്ട് ഇതൊക്കെ വിരണ്ടോടും. പിശാജ് വിരണ്ടോടുക തന്നെ ചെയ്യും. അതായത് നമ്മൾ സുഹൃതങ്ങളും ദിക്റുകളും നമ്മുടെ വീടിനെ തൊട്ട് അന്യമായാൽ അത് ശ്മശാന സമാനമാകും, അത് ഖബറുകളെപ്പോലെയാകും, അത് പള്ളിക്കാട് പോലെയാകും, അത് മൂകമായി തീരും. അതുകൊണ്ട് നിങ്ങൾ മരണപ്പെട്ടവർക്ക് തുല്യമായി തീരും. മരണപ്പെട്ടവരെ വീടുകളിൽ മറമാടരുത് എന്ന അർത്ഥമൊക്കെ ഇതിനുണ്ട്. ഞാൻ അതിൻ്റെ വിശാലതയിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾ സൂറത്തുൽ ബഖറയുടെ ദൈർഘ്യം, അത് വലിയ സൂറത്താണ് നമുക്കറിയാം. സൂറത്തുൽ ബഖറ അത് ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ വലിയ ബറക്കത്ത് വീട്ടിലുണ്ടാകും. അവിടെ ഐക്യമുണ്ടാകും, അവിടെ ഷെറുണ്ടാകൂല, അവിടെ ബുദ്ധിമുട്ടുണ്ടാകൂല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിൽ എത്രയോ കാണാൻ ഇങ്ങനെ പറയുന്നത്. അൽ ബഖറ പൂർണ്ണമായും പാരായണം ചെയ്യാൻ പ്രയാസമുണ്ടെന്ന് സങ്കല്പിക്കുക. അത് വലിയ സൂറത്താണ്. എന്നാൽ എന്താ ചെയ്യേണ്ട? അതിൻ്റെ ഒടുവിലത്തെ 2 വചനങ്ങളുണ്ട്, അത് പാരായണം ചെയ്യാൻ നമുക്കൊക്കെ അറിയാം. എന്നാൽ വീട്ടിൽ പിശാചുകൾ പ്രവേശിക്കുകയില്ല, അവരുടെ ഷെറുകൾ ഉണ്ടാകൂല. അത് അവർക്കുള്ളൊരു വേലിയാണ്, ഒരു മുൾവേലിയാണ്, ഒരു കവചമാണത്. അതിലേക്ക് പിന്നെ പൈശാചികത ഉണ്ടാകൂല. മുത്തനബി തങ്ങൾ പറഞ്ഞതാണ്, ഇന്നല്ലാഹ കതബ കിതാബൻ ഖബ്ല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർളി ബി അൽഫി ആം. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനഭൂതലങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ കതബ കിതാബൻ, അല്ലാഹു ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ അവതരിച്ച ആയത്തുകൾ കൊണ്ടാണ് അൽ ബഖറ സൂറത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്. അൻസല മിൻഹു ആയത്തൈൻ ഖതമ ബിഹിമ സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ അവസാനിപ്പിച്ചത് അതിലുള്ള 2 ആയത്തുകളെ കൊണ്ടാണ്. ആ 2 ആയത്തുകൾ ആരാണോ ആരാണോ പാരായണം ചെയ്യുന്നത്, ആ വീട്ടിൽ ഷൈത്താൻ അടുക്കുകയില്ല. വലാ യുഖ്റആനി ഫീ ദാരിൻ സലാസ ലയാലിൻ ഫയഖ്റബുഹാ ഷൈത്വാൻ. ഷൈത്വാൻ ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയില്ല. പിശാജിൻ്റെ പൈശാചികതയുടെ കടന്നുകയറ്റത്തിനെക്കുറിച്ച് നമുക്ക് വലിയ കാവല് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സൂറത്തുൽ ബഖറ വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വലിയ പരിഹാരമാണ്, നല്ല റാഹത്താണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല റാഹത്തും സന്തോഷവും സമാധാനവും ഉണ്ടാകും. സൂറത്തുൽ ബഖറക്ക് അങ്ങനെ ഒരു മഹത്തുണ്ട്. മുത്തുനബി തങ്ങൾ അവിടുത്തെ നുബൂവത്തിൻ്റെ നാക്കുകൊണ്ട്, വഹയിൻ്റെ നാക്കുകൊണ്ട് പറഞ്ഞതാണല്ലേ. അതുകൊണ്ട് തന്നെ നല്ല ഫലം ലഭിക്കും. ചെയ്തു നോക്കാം. അൽ ബഖറയുടെ 255 ആയത്ത് നമുക്കറിയാം. അതാണ് ആയത്തുൽ കുർസി. ആയത്തുകളുടെ നേതാവാണത്. പിശാചിന് അലോസരമുണ്ടാക്കുന്ന ഇതുപോലെ മറ്റൊരായത്തും വിശുദ്ധ ഖുർആനിൽ ഇല്ല തന്നെ. നമ്മളെപ്പോഴും ഓതുന്ന ആയത്ത് ആയതുകൊണ്ട് വില കുറച്ച് കാണരുത്. വലിയ സവിശേഷതയുള്ള ആയത്താണ്. ഷൈത്വാനിന്, പിശാചിന്, ദുഷ്ടശക്തികൾക്ക് ഇത്രമേൽ വെറുപ്പുള്ള അലോസരമുണ്ടാക്കുന്ന മറ്റൊരായത്തില്ല. ഇതോതുന്നവരെ ഉറക്കത്തിൽ പോലും പിശാച് ഉപദ്രവിക്കുകയില്ല. ഇക്കാര്യം ഇബ്ലീസു തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോടും അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞ സംഭവങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അത് പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അൽ ബഖറ സൂറത്ത് വീടിൻ്റെ ഐശ്വര്യമാണ്. യഥാർത്ഥത്തിൽ അത് കൈവിട്ടാൽ മഹാനഷ്ടമായിരിക്കും വീടിന്. അതുകൊണ്ട് അത് വളരെ പ്രാധാന്യത്തോടു കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. മൻ ഖറഅ 4 ആയാത്തി മിൻ അവ്വലി സൂറത്തിൽ ബഖറ. സൂറത്ത് ഇനിയിപ്പോൾ എല്ലാം ഓതാൻ കഴിയുന്നില്ല, ബഖറ മുഴുവനായിട്ട് ഓതാൻ കഴിയുന്നില്ല.
ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ കുറേ ആളുകൾ പറയും ഞങ്ങൾ എല്ലാ ദിവസവും സൂറത്തുൽ ബഖറ മുഴുവനായിട്ട് ഓതുന്നവരുണ്ട്, മുമ്പാരൊക്കെയോ അത് പറഞ്ഞറിയിച്ചിരുന്നു. നിങ്ങൾ നോക്കുക, അങ്ങനെ മുഴുവനായിട്ട് ഓതാൻ കഴിയുന്നില്ലെങ്കിൽ അൽ ബഖറ ഓതാതിരിക്കുന്നത് മഹാനഷ്ടമാണ്, വൻ നഷ്ടമാണ് എന്ന് പറഞ്ഞ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഹദീസും കൂടെ പറയാം. മൻ ഖറഅ അർബഅ ആയാത്തിൻ മിൻ അവ്വലി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്തിൽ നിന്നുള്ള 4 ആയത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്യുക. ആയത്തുൽ കുർസിയും പാരായണം ചെയ്യുക. ആയത്താനി ബഅദ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസിന് ശേഷമുള്ള 2 ആയത്തുകൾ. സലാസ ആയാത്തിൻ മിൻ ആഖിരി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലുള്ള 3 ആയത്തുകൾ. ഇങ്ങനെ ഇതൊക്കെ ഓതിക്കഴിഞ്ഞാൽ ലം യഖ്റബുഹു വലാ അഹ്ലുഹു വലാ അഹ്ലഹു യൗമ ഇദിൻ ഷൈത്വാന് അന്നേ ദിവസം അവൻ്റെ വീട്ടിലോ അവനിലോ അവൻ്റെ കുടുംബങ്ങളിലോ ഒന്നും അടുക്കുകയില്ല. ലം യഖ്റബുഹു വലാ അഹ്ലഹു യൗമ ഇദിൻ ഷൈത്വാൻ വലാ ഷൈഉൻ യക്റഹുഹു വലാ യുഖ്റആനി അലാ മജ്നൂനിൻ ഇല്ലാ ഫാഖ. ബോധക്ഷയം സംഭവിച്ചവരെ, ഭ്രാന്തുള്ളവരെ, ബുദ്ധിനില തെറ്റിയവരെ, മാനസിക നില തെറ്റിയവരെ, ഇവർക്കൊക്കെ ഇത് ഓതിയാൽ അവരുടെ ആ സ്ഥിതിയിൽ നിന്നും അവർക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്യും. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോൾ സൂറത്തുൽ ബഖറ അത് വലിയൊരു കവചമാണ്. പിശാചിന് ഇത്രമേൽ ഇഷ്ടമില്ലാത്ത, അലോസരപ്പെടുത്തുന്ന മറ്റൊരു വിഷയവും ഇല്ല തന്നെ. അത് മുറുകെ പിടിക്കുക വലിയ സമാധാനത്തിന്. പിന്നെ നമ്മളെല്ലാ കാര്യങ്ങളും വ്യക്തിപരമായിട്ട് ചെയ്യുക. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി, കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. പിശാച് ഇങ്ങനെ അടുക്കൂല. നമ്മളിതിങ്ങനെ ഡോസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ, ദിക്റിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ, ബിസ്മി ചൊല്ലുക, അഊദു ചൊല്ലുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പതിവാക്കുക. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഇതിൽ കാണാം. മുത്തനബി ഞങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലിയാൽ പിശാചൊക്കെ അപ്പോൾ പറയുന്നത്രേ, എന്താ അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ചില പിശാച് മറ്റുള്ള പിശാചുക്കളുടെ ശൈത്താനൊക്കെ അങ്ങനെ പറയുന്നത്രേ, ഓനെ നമുക്ക് തിരിപ്പിക്കാൻ പറ്റില്ല, ഓനെ നമുക്ക് വഴികേടിലാക്കാൻ കഴിയില്ല, ഓൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്രേ. അത്രമേൽ നമുക്ക് ഹൈഫ്ള് ലഭിക്കുന്ന, കവചം ലഭിക്കുന്ന അത്ഭുതകരമായ ഒരു ദിക്റാണത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി നോക്കുക. എൻ്റെ സ്വന്തത്തിനോടും നിങ്ങളോടും എല്ലാവരോടാണ് അറിയിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.